ഹായ് വെൽക്കം ടു മാറ്റ്കം. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ എന്താണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എന്താണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, എന്താണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റ്, എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇവ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചൊരു ക്ലാരിഫിക്കേഷൻ ആണ് എങ്ങനെയാണ് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ അതിനൊരു റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ കിട്ടുന്നുണ്ടാവും. സോ കേരളത്തിലെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണെന്ന് അറിയില്ലാത്തവർ, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്താണ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിയത്തില്ലാത്തവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്കത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് അപ്പോൾ അത് ചെക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. കാരണം എന്താണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്നും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നും ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എന്നും അറിയത്തില്ലാതെ ഇരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് പോലും അറിയില്ലാത്ത ആളുകളുണ്ട്. സോ അപ്പോൾ അത് ഒന്ന് നോക്കാം. ഇപ്പോൾ യൂഷ്വലി ഫോർ എക്സാമ്പിൾ ഒരു ബേസിക് ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കേരളത്തിന് വെളിയിലെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സായെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബികോം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി മേടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ കോഴ്സിന് ഈ പറയപ്പെടുന്ന കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ഇക്വലൻസി മേടിക്കണം. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബികോം ഡിഗ്രിയും നിങ്ങൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലെ പഠിച്ച ബികോം ഡിഗ്രിയും ഇക്വലന്റ് ആണെന്ന് പറഞ്ഞ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അതാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇക്വലൻസി സർട്ടിഫിക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളത്, അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രത്യേക കേരളത്തിലെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പം അപ്രോച്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ക്രോമിൽ പോയി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളിൽ കാണാം ഓൺലൈൻ സർട്ടിഫിക്കേഷൻ പോർട്ടൽ. ഓൺലൈൻ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്യുക. ഗോ ഫോർ അപ്ലൈ നൗവിനകത്തുണ്ട് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്. ഗോ ഫോർ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നോക്കുന്നതിന് മുമ്പ്, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കോഴ്സിന് ഓൾറെഡി ഇക്വലൻസി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇക്വലൻസിയെ ബന്ധപ്പെട്ട് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ കോഴ്സ്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അപ്രൂവ് ചെയ്തിട്ടില്ല, ഇതുവരെ നിങ്ങളുടെ കോഴ്സ് അപ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് രണ്ടിനകത്തും വേണ്ട ആപ്ലിക്കേഷൻ പ്രൊസീജിയർ രണ്ട് രീതിയിലാണ്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കോഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് ദ ലിസ്റ്റ് ഓഫ് ഇക്വലന്റ് ഓർ കറസ്പോണ്ടന്റ് പ്രൈവറ്റ് ഡിസ്റ്റൻസ് ഓർ ഓഫ് ക്യാമ്പസ് ഓപ്പൺ എക്സ്റ്റേണൽ കോഴ്സസ് ഓഫ് അതർ യൂണിവേഴ്സിറ്റി, ഏതൊക്കെ കോഴ്സുകളാണ്, അല്ലെങ്കിൽ ലിസ്റ്റ് ഇക്വലൻസി റെഗുലർ ലിസ്റ്റ് അപ്ഡേറ്റഡ് ഓൺ 29/6/2024. അപ്പൊ ഏതൊക്കെ കോഴ്സുകളാണ് ഇതുവരെ നമുക്ക് ഇക്വലൻസി തരാൻ പറ്റുമെന്ന് പറഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ടു ദിസ് പർട്ടിക്കുലർ ഫയൽ. ഈ ഒരു ഫയലിനകത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ നിങ്ങളുടെ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് നോക്കാം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് നോക്കുക. ഫോർ എക്സാമ്പിൾ കൂടുതൽ ആൾക്കാരെ നോക്കുക തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ BEd തീർന്ന ആൾക്കാരൊക്കെ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി, അവിടുത്തെ BEd ഡിഗ്രി റെഗുലർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ ഇക്വലന്റ് ആണെന്ന് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലെ ബയോളജിക്കൽ സയൻസ് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് BEd നാച്ചുറൽ സയൻസിന് ഇക്വലന്റ് ആണെന്ന്. അപ്പൊ നമ്മൾ ഓരോ കോഴ്സുകളും നോക്കാം. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ പഠിച്ച് അവിടുത്തെ കോഴ്സുകൾ ഇവിടെ ഇക്വലന്റ് ആണ് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ BVOC എന്ന് പറയുന്നത്, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന എന്താ പറയുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മറ്റൊരു കോഴ്സുമായിട്ട് ഇക്വലന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണ്, നിങ്ങളുടെ കോഴ്സ് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഏതാണ് കോഴ്സ്, ഇക്വലന്റ് പ്രോഗ്രാം ഏതാണ്, എന്താണത് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതങ്ങനെ കണ്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഡിഫറെന്റ്, ഫോർ എക്സാമ്പിൾ അമൃത വിദ്യാപീഠ യൂണിവേഴ്സിറ്റി, അതായത് കോയമ്പത്തൂർ അമൃത യൂണിവേഴ്സിറ്റി എന്നുള്ളതോ ഏത് യൂണിവേഴ്സിറ്റിയാണോ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ചേർക്കാം. പേര് നോക്കുക, കോഴ്സിന്റെ പേര് നോക്കുക. കോഴ്സിന്റെ പേര് കറക്റ്റ് തന്നെ നോക്കണം. നിങ്ങളുടെ കോഴ്സിന്റെ പേര് കറക്റ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്യുറൻസി കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക എൻവയോൺമെന്റൽ സയൻസ് എന്നും എൻവയോൺമെന്റൽ സ്റ്റഡീസോടെ, എൻവയോൺമെന്റൽ സയൻസിലാണ് ഇതിന് ഇക്വലൻസി പറഞ്ഞിരിക്കുന്നതെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് വന്ന കോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഇക്വലൻസി കിട്ടത്തില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നോക്കാം. അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ വളരെ ഈസിയാണ്. അസ്യൂം ദാറ്റ് നിങ്ങൾ പഠിച്ചൊരു കോഴ്സ് എന്ന് പറയുന്നത് ഈ ലിസ്റ്റിൽ ഇല്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ പഠിച്ചൊരു കോഴ്സ് ഈ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ ഫോർ എക്സാമ്പിൾ ഇതാണ്: ഇൻസ്ട്രക്ഷൻ ഫോർ സബ്മിറ്റിംഗ് പ്രപ്പോസൽ ഫോർ റെക്കഗ്നിഷൻ ആൻഡ് ഇക്വലൻസി of other universities institutions. No, okay. For example, ഇപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിച്ച കോഴ്സ്
ഈ പറയപ്പെടുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ റിക്കഗ്നൈസ് അപ്രൂവ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓൾറെഡി അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, നമ്മളെ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതൊരു അപ്രൂവൽ കൊടുക്കേണ്ടത്, നമ്മളൊരു പ്രപ്പോസൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രപ്പോസലിന്റെ ഫോർമാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രപ്പോസലിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഓൾ ദ കാൻഡിഡേറ്റ്സ് സബ്മിറ്റ് എ പ്രപ്പോസൽ ബൈ റിക്വസ്റ്റ്, ടൈപ്ഡ് ഹാൻഡ് റിട്ടൺ ആവും, ഒരു A4 ഷീറ്റ് പേപ്പറിൽ ആർക്ക് പ്രപ്പോസൽ വെക്കണം, രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PO മലപ്പുറം, ഈ നെയിമിലേക്ക് നമ്മളൊരു പ്രപ്പോസൽ വെക്കണം. അതിനകത്ത് നമ്മുടെ പ്രോഗ്രാം ഏതാണ്, നമ്മൾ ഏത് പ്രോഗ്രാമാണ് പഠിച്ചത്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചത്, മോഡ് ഓഫ് സ്റ്റഡി റെഗുലർ ആയിരുന്നോ, ഡിസ്റ്റൻസ് ആയിരുന്നോ, ഓപ്പൺ കോഴ്സ് ആയിരുന്നോ, എങ്ങനെയാണ് പഠിച്ചത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏത് പ്രോഗ്രാമുമായിട്ടാണ് നിങ്ങൾക്ക് ഇക്വലൻസി വേണം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ച കോഴ്സ്, കോളേജിന്റെ പേര് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര്, മോഡ് ഓഫ് സ്റ്റഡി എന്താണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏത് കോഴ്സുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ഇക്വലൻസി വേണ്ടത്. ഈ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡയറക്റ്റ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് അയക്കാം. ഇതിനകത്ത് എന്തൊക്കെ വേണം? ഒന്നാമത്തെ ഈ ഒരു പ്രപ്പോസൽ ഫോം ഉണ്ട്. പ്രപ്പോസൽ ഫോം എന്നാണ് ഇതിനടുത്തത് കാണിക്കാം. ഇതിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹാർഡ് കോപ്പി ആൻഡ് സോഫ്റ്റ് കോപ്പി ഓഫ് റെഗുലേഷൻ. അതായത് നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻ ഉണ്ടാവും, സ്കീം ഉണ്ടാവും. സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സ്കീം ഉണ്ടാവും, പാർട്ട് A, പാർട്ട് B, പാർട്ട് C, പാർട്ട് D. അതിന്റെ ഇവാലുവേഷൻ എങ്ങനെ നടക്കുന്നത്, എത്ര മാർക്ക് വേണം പാസ്സാവാൻ, 30% ആണോ 40% ആണോ, ഈ പ്രോഗ്രാമിന്റെ സിലബസ് എന്താണ്, ഈ കാര്യങ്ങളുടെ എല്ലാം കോപ്പി എടുത്തിട്ട് അതിന് ഹാർഡ് കോപ്പിയും വേണം, സോഫ്റ്റ് കോപ്പിയും വേണം. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ ഹാർഡ് കോപ്പി എന്ത് ചെയ്യണം? ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓട്ടോണോമസ് കോളേജിലാണ് പഠിച്ചെങ്കിൽ ഓട്ടോണോമസ് കോളേജിലെ കൺട്രോളർ ഓഫ് എക്സാമിനേഷനെ കൊണ്ട് ഇത് സീലും സിഗ്നേച്ചറും വാങ്ങണം. അതുപോലെ ഓഫീസ് സീലും ഉണ്ടാണ്. ഫോർ എക്സാമ്പിൾ കൺട്രോൾ ഓഫ് എക്സാമിനേഷന്റെ ഒപ്പ്, സീല്, പിന്നെ കോളേജിന്റെ സീല്. ഇപ്പൊ ഒരു അഫിലിയേറ്റഡ് കോളേജിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കൺട്രോൾ ഓഫ് എക്സാമിനേഷന്റെ സീല്, ഒപ്പ്, അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റി സീൽ, ഇത്രയും കാര്യങ്ങൾ സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയും വേണം. സോഫ്റ്റ് കോപ്പി എന്ത് ചെയ്യണം? സോഫ്റ്റ് കോപ്പി ഒരു CD-യിലാക്കണം. അതെന്ന് പറയുന്നത് 25 MB സൈസിന് താഴെ ആയിരിക്കണം. അപ്പോൾ ഒന്നാമത് പ്രപ്പോസൽ വേണം, പിന്നെന്താണ് സ്കീം, സിലബസ്, മാർക്കിംഗ് സ്കീമാണ്, സിലബസ് വേണം, റെഗുലേഷൻ, അതായത് നിങ്ങളുടെ പഠിച്ച കോഴ്സിന്റെ റെഗുലേഷൻസ് എന്താണ്, അത്രയും ഡീറ്റെയിൽ ഹാർഡ് കോപ്പി ആയിട്ടും സോഫ്റ്റ് കോപ്പി ആയിട്ടും വേണം. ദെൻ നിങ്ങൾ പഠിച്ച കോഴ്സിന്റെ മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ്, വാലിഡ് ഡോക്യുമെന്റ് ടു പ്രൂവ് ദ സ്റ്റഡി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓപ്പൺ ആയിട്ടാണോ റെഗുലർ ആണോ ഡിസ്റ്റന്റ് ആയിട്ടാണോ പഠിച്ചെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഒന്നെങ്കിൽ TC-യിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൽ കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾ വേറെ കോഴ്സ് പഠിക്കാൻ പോയി, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഈ ഡോക്യുമെന്റുകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങിയാൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് സ്റ്റഡീഡ് ഇൻ ദിസ് പർട്ടിക്കുലർ കോളേജ് ഫ്രം ദിസ് അക്കാദമിക് ടു ദിസ് അക്കാദമിയ വിത്ത് ദ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ നമ്പർ ഓഫ് ദിസ് ആൻഡ് ദ കോഴ്സ് ഓഫ് സ്റ്റഡി ദ മോഡ് ഓഫ് സ്റ്റഡി വാസ് റെഗുലർ എന്ന് കാണിച്ചുകൊണ്ടൊരു, അല്ലെങ്കിൽ മോഡ് ഓഫ് സ്റ്റഡി വാസ് ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ലെറ്റർ സൈൻ ചെയ്ത് മേടിച്ചാൽ ആ ലെറ്റർ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നോ ഇഷ്യൂസ്. ദെൻ സെൽഫ് അറ്റസ്റ്റഡ് മാർക്ക് ലിസ്റ്റ്, അപ്പൊ നമ്മൾ മോഡ് ഓഫ് ഇത്ര സാധനങ്ങൾ നമ്മൾ കൊടുക്കണം. ദെൻ ദീസ് ഡീറ്റെയിൽസ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദ CD. അതായത് റെഗുലേഷനെ, സ്കീമിന്റെ സിലബസിനകത്ത് ഈ പറയപ്പെടുന്ന ഡോക്യുമെന്റ് കൂടി കൊടുക്കണം. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞു CD-ക്കകത്ത് സ്കീം വേണം, സിലബസ് വേണം, അതുപോലെ തന്നെ എന്താണ് അതിനകത്തേക്ക് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, നോട്ട് അറ്റസ്റ്റഡ് കോപ്പി, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ്, ഇവിടെ വേണ്ടത് അറ്റസ്റ്റഡ് കോപ്പീസ് ആണ്. ഈ പർട്ടിക്കുലർ പാർട്ടിൽ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും TC-യുടെയും ഒക്കെ വേണ്ടത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കൂടി അതിന്റെ കൂടെ സ്കാൻ ചെയ്തതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യണം. നിങ്ങളൊരു ചെല്ലാൻ പേ ചെയ്യേണ്ടിയിരിക്കുന്നു, ചെല്ലാൻ 615 രൂപ. ഫോർ എക്സാമ്പിൾ ഈ പറയപ്പെടുന്ന ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇക്വലൻസിയുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുന്നതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 615 രൂപയാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടതെന്ന് പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് മോഡൽ പെട്ടെന്ന് ഈ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പ്രപ്പോസൽ ഫീസ് എന്ന് പറയുന്നത് 3045 രൂപയാണ്. നോർമൽ കേസിലാണെങ്കിൽ 615. പ്രപ്പോസൽ ഫീ ഫാഡ് ബി ഷോഡ് പെയ്ഡ് ബൈ പേയ്മെന്റ്, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ഫെസിലിറ്റി ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പേ ചെയ്യാം. ഫീ ഫോർ ദി കൺസിഡറേഷൻ ഓഫ് പ്രപ്പോസൽ ഓഫ് റെക്കഗ്നീഷൻ ഓർ ഇക്വലൻസി ഓഫ് എ പ്രോഗ്രാം ഓഫ് അതർ യൂണിവേഴ്സിറ്റീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ എന്ത് ടൈപ്പ് ഓഫ് ഫീസ് ആണ് പേ ചെയ്യുന്നത് ഇത് വളരെ ക്ലിയർ ആയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഇത് കൊടുക്കേണ്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രൊസീജിയർ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് പ്രപ്പോസൽ ഫോം? പ്രപ്പോസൽ ഫോം എന്ന് പറയുന്നതാണ് പ്രപ്പോസൽ ഫോർ കൺസിഡറിംഗ് റെക്കഗ്നീഷൻ ഓർ ഇക്വലൻസി ഓഫ് എ പ്രോഗ്രാം ഓഫ് അതർ യൂണിവേഴ്സിറ്റീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ നോർമൽ ഓർ ഫാസ്റ്റ് ട്രാക്ക് മോഡ്. അതിനകത്ത് നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ കോൺടാക്ട് ചെയ്യാവുന്ന അഡ്രസ്സ്, നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് പഠിച്ചത്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ത്, മോഡ് ഓഫ് സ്റ്റഡി എന്ത്, കോഴ്സ് ഡ്യൂറേഷൻ എന്ത്, യൂണിവേഴ്സിറ്റിയുടെ പേര് എന്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏത് കോഴ്സാണ്, ഏത് കോഴ്സിനാണ് ഇക്വലന്റ് ആയിട്ട് നിങ്ങളുടെ കോഴ്സിന് കിട്ടേണ്ടത്. ദെൻ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറ്റാച്ച് ചെയ്തു? സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ്, വാലിഡ് ഡോക്യുമെന്റ് ടു പ്രൂഫ് ഓഫ് ദ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹാർഡ് കോപ്പി ഓഫ് ദ റെഗുലേഷൻ, സ്കീം, സിലബസ്. ഇതെല്ലാം എന്ത് ചെയ്യണം? സിംഗിൾ PDF ഫയലാക്കി
ബി വെരി കെയർഫുൾ. സിംഗിൾ PDF ഫയൽ ആക്കി 25 MB താഴെ സൈസുള്ള ഒരു CD അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഫീസ് റെസിപ്റ്റിന്റെ ഫീസ് പേയ്മെന്റ്, അതായത് നോർമൽ മോഡിൽ 555 രൂപ. അപ്പൊ ഫീസ് അടച്ചതിന്റെ നമ്മുടെ ചെല്ലാൻ നമ്പർ എന്താണ് പേ അടച്ചത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ പേര് എഴുതി സൈൻ എഴുതി സിഗ്നേച്ചർ ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റെഗുലർ ആയിട്ട് ചെയ്ത പ്രോഗ്രാമിന് മാത്രമേ ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ കിട്ടുള്ളൂ. പ്രൈവറ്റ് ആയിട്ടോ ഡിസ്റ്റൻസ് ആയിട്ടോ കറസ്പോണ്ടന്റ് ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ചെയ്തൊരു പ്രോഗ്രാമിന് നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് കിട്ടില്ല. നിങ്ങൾക്ക് വളരെ സ്ലോ പ്രൊസീജിയറിൽ മാത്രമേ ഇതെല്ലാം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇത്രയാണ് ഇതിന്റെ പ്രപ്പോസൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഇത് എന്താ പറയുക, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ഫൈൻ. അസ്യൂം ദാറ്റ് നിങ്ങളുടെ പേരെന്ന് പറയുന്നത് ഓൾറെഡി ഈ ലിസ്റ്റിനകത്ത് ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം എന്താ പറയുക, നിങ്ങളുടെ പേര് ഇതിനകത്ത് ഓൾറെഡി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോ എല്ലാവരും ചോദിക്കുന്നത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി നോക്കിയാൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലെ BEd, തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലെ BEd ഈ ഇവിടുത്തെ BEdുമായിട്ട് ഇക്വലന്റ് ആണെന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോവുക, അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ പോർട്ടലിനുള്ളിൽ നിങ്ങൾക്കൊരു യൂസർ ID പാസ്വേഡ് ഉണ്ടെന്ന് വിചാരിക്കും. ഉണ്ടാവാ ഇല്ലാതിരിക്കാം. ഇല്ലെങ്കിൽ ന്യൂ യൂസർ രജിസ്റ്റർ കൊടുത്ത് നിങ്ങളുടെ SLC ബുക്കിലുള്ള പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഈ പറയുന്നത് ക്യാപ്ചയും കൊടുത്ത് കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെയിലിലേക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും വരും. ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് അവർ ചോദിക്കുന്നത് നിങ്ങൾ SLC പഠിച്ചതിന്റെ രജിസ്റ്റർ നമ്പർ, ഡീറ്റെയിലുകൾ, മാർക്ക് ലിസ്റ്റ് ഡീറ്റെയിലുകൾ, എത്ര മാർക്ക് കിട്ടി, ഏത് വർഷമാണ് പാസ്സായത്, പിന്നെ അവർ ചോദിക്കുന്നത് +2മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഏതാണ് കോഴ്സ് പഠിച്ചത് അതനുസരിച്ച് കുറെ ഡീറ്റെയിലുകൾ ചോദിക്കും, പിന്നെ കുറെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഓരോ കോഴ്സിന് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തായിട്ട് കാണാം. ആ പ്രൊസീജിയർ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഇത് ഓപ്പൺ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കാണിക്കും. ഇപ്പൊ നിങ്ങൾ ഡിഗ്രിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ SLCയുടെ ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്യാൻ പറയും. ഡിഗ്രിയുടെ പഠിച്ച കോഴ്സ് എവിടെയാണ്, ഏത് കോളേജിലാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് വർഷം പാസ്സായി, എത്ര മാർക്ക് കിട്ടി. അപ്പം ഇപ്പൊ PG ആണെങ്കിൽ അതനുസരിച്ച് കുറെ കൂടെ ഡീറ്റെയിലൂടെ ചോദിക്കും. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് കയറേണ്ടത് കൂടി അവർ പറയും. അപ്പൊ അതെന്തൊക്കെയാണെന്നുകൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു UG ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു കോഴ്സിനാണെന്ന് വിചാരിച്ചു. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത് UG ക്വാളിഫിക്കേഷൻ വരുന്ന കോഴ്സിനാണെങ്കിൽ അവർ യൂഷ്വലി ചോദിക്കുക, ഒന്ന് SLC ബുക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. +2 യൂഷ്വലി ചോദിക്കാറില്ല, ചിലപ്പോൾ ചോദിക്കാം. പിന്നെ എന്താ വെച്ചാൽ UG കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, UGയുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, UGയുടെ സെമസ്റ്റർ വൈസ് മാർക്ക് ലിസ്റ്റ്. ഇപ്പൊ ചില കേസുകളിൽ നിങ്ങളുടെ കയ്യിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് കാണത്തില്ല, സെമസ്റ്റർ മാത്രമേ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ എന്താ പറയുക 4 സെമസ്റ്ററിന്റെ മാർക്ക് ലിസ്റ്റോടെ ഒരു സിംഗിൾ ഫയൽ ആക്കിയിട്ട് അതങ്ങ് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ അത് അവർ അപ്രൂവ് ചെയ്തോളും, വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ എന്താണ് നിങ്ങളുടെ 4th സെം മാർക്ക് ലിസ്റ്റിന്റെ താഴെ നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ആയ ഡാറ്റ തന്നിട്ടുണ്ടോ, അപ്പൊ അത് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് അത്ര വളരെ എന്താ പറയുക, അവര് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെക്കുന്ന പരിപാടി ഒന്നും ഉണ്ടാക്കത്തില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ട UG സർട്ടിഫിക്കറ്റ് ആണ്. UG സർട്ടിഫിക്കറ്റ് ഒന്നെങ്കിൽ പ്രൊവിഷണൽ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ടത് TC അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ ടു പ്രൂവ് ദ മോഡ് ഓഫ് സ്റ്റഡി. അതായത് നിങ്ങൾ പഠിച്ചത് റെഗുലർ ആയിട്ടാണോ ഡിസ്റ്റന്റ് ആയിട്ടാണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ TC അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ അറ്റാച്ച് ചെയ്യണം. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ് കാണിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ പഠിച്ച കോളേജിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനോട് ചോദിച്ചിട്ട് ഒരു ലെറ്റർ എഴുതി വാങ്ങി അത് അറ്റാച്ച് ചെയ്താലും മതി, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതിലേലും ഒരെണ്ണം അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന കോഴ്സ് നിങ്ങൾ ഒരു മൈഗ്രേഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താൽ പോലും റെഗുലർ ആണെന്ന് അതിനകത്ത് വാക്കുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇത് എന്തിനു വേണ്ടി ഇത്രയും ഡോക്യുമെന്റ്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ആസ്കിംഗ് ഫോർ BA ഓർ BCom ഓർ BSc കോഴ്സിന് ഇക്വലൻസി അല്ലെങ്കിൽ BO കോഴ്സിന് ഇക്വലൻസി എടുക്കാനാണെങ്കിലാണ് ഇത്രയും ഡോക്യുമെന്റ് ആവശ്യമായിട്ട് വരിക. ഇനി ഒരു PG ക്വാളിഫിക്കേഷൻ ഉള്ള കോഴ്സിന് വേണ്ടിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ അവരെന്തൊക്കെ ചോദിക്കും, SLC ചോദിക്കും, PGയുടെ സർട്ടിഫിക്കറ്റ് ചോദിക്കും, PG കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ചോദിക്കും, PG സെമസ്റ്റർ മാർക്ക് ലിസ്റ്റ് ചോദിക്കും. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ട സെൻസിബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ TC അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ ടു പ്രൂവ് ദ സ്റ്റഡി. ചില കേസുകളിൽ PG എന്ന് പറയുന്ന UG കഴിഞ്ഞിട്ട് വരുന്നതായതുകൊണ്ട് UG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നല്ല ചെയ്തിരിക്കുന്നെങ്കിൽ അവർ ചിലപ്പോൾ UGയുടെ മാർക്ക് ലിസ്റ്റും UGയുടെ സർട്ടിഫിക്കറ്റും അതുപോലെ
യു ജിയുടെ മോഡ് ഓഫ് സ്റ്റഡി പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് കൂടെ ചോദിക്കാറുണ്ട്. യു ജിയുടെ മോഡ് ഓഫ് സ്റ്റഡി പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കൂടി ചോദിക്കാറായിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ നോക്കി ക്രോസ് വരിക. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് ബി എഡിന്റെ ഇക്വലൻസി എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ബി എഡിന്റെ ഇക്വലൻസി എടുക്കാൻ SLC വേണം, ഡിഗ്രിയുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, ഡിഗ്രിയുടെ സെമസ്റ്റർ മാർക്ക് ലിസ്റ്റ് റീസണബിൾ ആയിട്ട് ചെയ്യുക. യു ജിയുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഒന്നെങ്കിൽ പ്രൊഫഷണൽ ആവാം അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആവാം. കോഴ്സ് കംപ്ലീഷൻ TC ടു പ്രൂവ് ഓഫ് ദ മോഡ് ഓഫ് സ്റ്റഡി. ഫോർ എക്സാമ്പിൾ PG ഒക്കെ പോയ ആൾക്കാരാണ്, അവരുടെ TC ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ പഠിച്ച കോളേജ് നിങ്ങൾ ഒരു ലെറ്റർ മേടിച്ച് അറ്റാച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് മോർ ദാൻ എനഫ് ആണ്. പിന്നെ വേണ്ടത് ഒരു ബി എഡിന്റെ ഒരു കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, ബി എഡിന്റെ സർട്ടിഫിക്കറ്റ്. അതുപോലെ ഒരു ബി എഡിനകത്ത് അവർ വേണമെങ്കിൽ സെമസ്റ്റർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ബി എഡ് കഴിഞ്ഞ് നിങ്ങളുടെ കൺസോളിഡേറ്റഡ് കാണത്തില്ല, സെമസ്റ്ററേ കാണുള്ളൂ. സെമസ്റ്റർ ഒന്നിച്ചൊരു സിംഗിൾ ഫയലാക്കി 4 സെമസ്റ്ററോട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ അത് അവരെടുത്തോളും, നോ ഇഷ്യൂസ്. കാരണം അവർക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്താൽ മതി, അല്ലാതെ അവരാരും നമ്മുടെ സർട്ടിഫിക്കറ്റ് തരാതിരിക്കാൻ വേണ്ടി അല്ല ഇരിക്കുന്നത്, അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. പിന്നെ കോഴ്സ് കംപ്ലീഷൻ TC ടു പ്രൂവ് ദിസ്, ഇത്ര ഡോക്യുമെന്റുകളാണ് അവരവിടെ ചോദിക്കുക. ഓക്കെ, ഇനി നമ്മൾ ബി എഡ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊമേഴ്സ് ബി എഡുകാരൊക്കെ ആണെങ്കിൽ അവരോട് PG ഡീറ്റെയിൽ കൂടി ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സിന്റെ ബി എഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ബി എഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനകത്ത് അവർ എന്ത് ചോദിക്കും? PGയുടെ മാർക്ക് ലിസ്റ്റും PGയുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ PGയുടെ കോഴ്സ് കംപ്ലീഷൻ അല്ലെ TC ടു പ്രൂവ് ദ മോഡ് ഓഫ് സ്റ്റഡി പ്രൂവ് ചെയ്യാനായിട്ട് PGയുടെ കോഴ്സ് മോഡ് ഓഫ് സ്റ്റഡി പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതിലാണോ ചെയ്യുന്നത്, യൂഷ്വലി ബി എഡ് എന്ന് പറയുന്ന ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഡിഗ്രിയും ബി എഡും മാത്രമേ ചോദിക്കുള്ളൂ. കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സിലോ ഉള്ള PED ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് PG ക്വാളിഫിക്കേഷൻ മാത്രം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് PG മാർക്ക് ലിസ്റ്റും PG സർട്ടിഫിക്കറ്റും PGയുടെ മോഡ് ഓഫ് സ്റ്റഡി പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് കൂടി നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഇത്രയും ഡോക്യുമെന്റുകൾ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം എന്താണ്, നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കാം. ഫൈനൽ സബ്മിറ്റിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിനകത്ത് എന്തെങ്കിലും എററോ അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഡോക്യുമെന്റോ വെരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും. മെയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോർട്ടലിൽ കയറി ആ എന്ത് ഡോക്യുമെന്റ് ആണ് എക്സ്ട്രാ ചോദിച്ചിരിക്കുന്നത് ആ ഡോക്യുമെന്റോടെ കൊടുത്താൽ മതി. അതിനുശേഷം ഒന്നെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ റിജക്ട് ചെയ്യപ്പെടും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഫീസ് പേ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ഫീസ് പേ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ 3 പ്രാവശ്യം ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക, ഒരു PDF ഫയലായിട്ടാണ് കിട്ടുക. ആ PDF ഫയൽ നിങ്ങൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കുകയോ 2-3 പ്രിന്റ് എടുത്ത് വെക്കുകയോ ചെയ്യാം. ഇങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. പ്രൊസീജിയർ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share this particular video with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.